നമസ്കാരം. കണ്ണൂർ വിഷൻ ചാനലിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കുസ്താക്കളുടെ പുതിയ അധ്യായത്തിലേക്ക് സ്നേഹപൂർവ്വ സ്വാഗതം. ഞാൻ നവീൻ പനങ്കാവ്. ഞാനിപ്പോൾ നമ്മുടെ താഴച്ചുകുളം നെസ്റ്റോ സൂപ്പർ മാർക്കറ്റിലാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് നമുക്ക് കുട്ടികളുടെ സ്കൂളൊക്കെ തുറക്കാൻ വെക്കേഷനൊക്കെ കഴിഞ്ഞ് ഇനി വിദ്യാലയങ്ങളൊക്കെ തുറക്കാൻ വേണ്ടി പോകുന്നു. കുട്ടികളൊക്കെ ചെറിയ കുട്ടികളൊക്കെ വിദ്യയുടെ ആദ്യാക്ഷരം കുറിക്കാൻ വേണ്ടി പോകുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ഈ ഒരു മെയ് മാസം കഴിഞ്ഞ് ജൂണിലേക്ക് പോകുമ്പോഴത്തേക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കൂൾ കുട്ടികൾക്കുള്ള ബാഗ്, പുസ്തകങ്ങൾ, മറ്റുള്ള ക്രോക്കറി ഐറ്റംസ് ഇതൊക്കെ പർച്ചേസ് ചെയ്യുന്നവർക്ക് പിന്നെ കൂപ്പണുണ്ട്. കൂപ്പണിലൂടെ ആകർഷമായ സമ്മാനങ്ങളൊക്കെ നമ്മുടെ നെസ്റ്റോളുണ്ട്. പരമാവധി എല്ലാവരും വന്ന് പർച്ചേസ് ചെയ്യാന്നുള്ള കാര്യമാണ്. നമ്മുടെ കുടയായാലും ബാഗായി കഴിഞ്ഞാലും അതുപോലെ തന്നെ പെന്ന്, പെൻസില്, റബ്ബറും ഒക്കെ ആയിട്ടുള്ളൊരു പ്രത്യേക ഒരു പാക്ക് തന്നെ ഉണ്ട്. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും ഇവിടെയുണ്ട്. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് എന്ന് ചിത്രീകരിക്കുന്ന നമ്മുടെ കുസ്താക്കളുടെ ഇന്നത്തെ അധ്യാപകർ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ സ്കൂളിൻ്റെ കാര്യം പറഞ്ഞു തീരും മുൻപ് രണ്ട് കൊച്ചു കൂട്ടുകാർ നമ്മുടെ കൈ കിട്ടിയിരുന്നു. നമുക്ക് ചോദിക്കാം ഏത് സ്കൂളിലാണ് പഠിക്കണം, എന്താ പേരെന്നൊക്കെ. മോളുടെ പേര് ആലിയ ഫാത്തിമ. അപ്പോൾ വീട്ടിൽ നിന്ന് എന്താ വിളിക്കുക? ആലിയ എന്ന് വിളിക്കുമോ, ഫാത്തിമ എന്ന് വിളിക്കുമോ? ആലിയ എന്ന് വിളിക്കും. ഇനി എത്ര ക്ലാസ് തൊട്ടാ? ഇനി 8ാം ക്ലാസ്സിലോട്ട്. അപ്പോൾ 7ാം ക്ലാസ് വരെ ഏത് സ്കൂളിലാണ് പഠിച്ചേ? അതെവിടെ? പന്നിന്നൂർ അരയാക്കൂല്. അതെവിടെ സ്ഥലം? അരയാക്കൂല്. അതെവിടെയാ? പാനൂർ അങ്ങോട്ടല്ലേ, ചെമ്പാടിന്റെ അങ്ങോട്ട്. ചെമ്പാട് അങ്ങോട്ടാണ്. അപ്പോൾ നിങ്ങൾ മാഹി ഏരിയ എന്നാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? ഇല്ല, ചെമ്പാട് ഏരിയ. ചെമ്പാട്. അപ്പോൾ ചെമ്പാടിന് ഇവിടത്തേക്ക് ഒരുപാട് ദൂരമില്ലേ? എങ്ങനെ ബസ്സിനാണ് വന്നത്? എങ്ങനെ വന്നത്? ബസ്സിൽ വന്നു. നിങ്ങൾ എത്ര പേര് വന്ന്? ഞങ്ങൾ 5 പേര്. ഓക്കെ. മോളുടെ പേര് പറ. ഫാത്തിമത്ത്. എത്രാം ക്ലാസ്? ഇനി എത്രാം ക്ലാസ് തൊട്ടാ? 5ാം ക്ലാസ്. അപ്പോൾ ഇനി 5ാം ക്ലാസ്സിലോട്ട് പോകുന്ന സ്കൂൾ ഏതാ? പന്നിന്നൂർ അരയാക്കൂല്. അതേ സ്കൂൾ. മോളിനി 8ിലോട്ട് പോകുന്ന ഏത് സ്കൂളാണ്? IKK എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ ഫുൾ ഫോം എന്താ? IKK എന്ന് പറഞ്ഞാൽ എന്താ? അറിഞ്ഞൂടാ. ഓക്കെ. അപ്പോൾ അവിടത്തേക്കാണ് അല്ലേ? വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ് സ്കൂള്? വീടിന്റെ കുറച്ചടുത്താണ്. അപ്പം നടന്നുകൊണ്ട് ദൂരമേ ഉള്ളൂ? അല്ല, ബസ്സിന് വേണം. സ്കൂൾ ബസ് ഉണ്ട് അവിടെ? അങ്ങനെ പറഞ്ഞോ? സ്കൂൾ ബസ് ഉണ്ട് അല്ലെങ്കിൽ ഓട്ടോ ഉള്ളൂ? അപ്പോൾ അതിന് പോകണം? ബസ്സിന് പോകും. ശരി. അപ്പോൾ എന്തായാലും പഠിച്ച് വലിയ ആളാവുക. പിന്നെ ഒരാൾ ഇനി 8ിലോട്ട് പോവാണ്, ഒരാൾ ഇനി 5ിലോട്ട് പോവാണ്. ഇയാൾ നേരത്തെ പഠിച്ച അതേ സ്കൂളിൽ തന്നെയാണ് പോകുന്നത്. ഇദ്ദേഹം പോകുന്നത് ഇത്രയും കാലം പഠിച്ച സ്കൂളിൽ വേറൊരു പുതിയ സ്കൂളിലേക്ക് അല്ലേ? ഇനിയിപ്പോൾ ഇവിടെ എന്തൊക്കെ വാങ്ങിച്ചു പോകും? മേടിക്കണം. തീരെ ഒന്നും വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ മൊത്തം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. പഠിച്ചിട്ട് ആരാകാൻ ആഗ്രഹം? പഠിച്ചിട്ട് ഒരു ഡോക്ടർ ആവണം. ഓക്കെ. ഭാഗത്ത് എഞ്ചിനീയർ. ഓക്കെ. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. കേട്ടോ. പാട്ട് പാടുവാ ചെറുതായിട്ട്? പാടില്ല. അപ്പം ഞാനൊരു ചോദ്യം ചോദിക്കാം. ഉത്തരം മോൾ നിങ്ങളുടെ കൈ നിങ്ങളുടെ ഉണ്ട്, നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ പറ്റുന്നതാണ്. അതായത് ഒരു കുസി ചോദ്യമാണ്. നമ്മൾ പറയാറുണ്ട് നടത്തം ആരോഗ്യത്തിന് ഏറ്റവും ഗുണകരമുള്ള കാര്യമാണ് അല്ലേ? നമ്മൾ തടി കുറക്കാനും ശരീരത്തിലെ കൊഴുപ്പൊക്കെ കളയാൻ വേണ്ടി നന്നായിട്ട് രാവിലെ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 40 മിനിറ്റൊക്കെ നടക്കുക എന്നൊക്കെ പറയാറുണ്ട് അല്ലേ? പ്രത്യേക കുട്ടികളല്ല, കുറച്ച് പ്രായ ആൾക്കാരൊക്കെ ഡെയിലി വ്യായാമം ചെയ്യുന്ന അത്യാവശ്യമാണ്. അതിൽ പ്രത്യേകിച്ച് നടത്തം എന്ന് പറയുന്ന കാര്യം. ഇപ്പം ചിലപ്പം മോളേക്കാൾ ഇച്ചിരി സ്പീഡ് കുറവായിരിക്കും ഈ മോൾ നടക്കുന്നത് അല്ലേ? മോളേക്കാൾ ചിലപ്പം സ്പീഡ് കൂടുതലായിരിക്കും മോളുടെ കൂടെ വന്നിരിക്കുന്ന വലിയ ആൾ നടക്കുന്നത് അല്ലേ? കാരണം വലിയ ആൾ അത്ര സ്പീഡ് ചെറിയ കുട്ടികൾക്ക് കിട്ടില്ല. അപ്പോൾ എൻ്റെ ചെറിയ ചോദ്യമാണ്, 3 പേർ നടന്നുകൊണ്ടിരിക്കുന്നു. ഓരോ ആളും അതിൽ ഒരാളേക്കാൾ സ്പീഡ് കുറവാണ് മറ്റൊരാളേക്കാൾ സ്പീഡ് കുറവാണ് മറ്റൊരാൾക്ക്. അതായത് 3 പേർ നടക്കുകയാണ്, ഒരാളേക്കാൾ സ്പീഡ് കൂടുതൽ ഒരാൾക്ക്, അതിനേക്കാൾ സ്പീഡ് കൂടുതൽ മറ്റൊരാൾക്ക്. എന്താണ്? അത് ഒരാൾ ഭയങ്കര ചെറുതായിരിക്കും, ഒരാൾ ഒരു മിഡിലായിരിക്കും, ഒരാൾ വലുതായിരിക്കും. അതുകൊണ്ട് ഇവിടെ അപ്പോൾ നന്നായിട്ട് പഠിക്കും. ഓക്കെ, കാണാം. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞ നമ്മുടെ നെസ്റ്റോളിൽ നമ്മുടെ സ്കൂൾ ബാഗ്, പെന്നും ഒക്കെ ഉണ്ട്. മോള് തീരുമാനിച്ചു ഏതാ വേണ്ടേ? ഹലോ, വാവയുടെ പേരെന്താ? പേര് പറ. ഓക്കെ. ഇനി എത്രാം ക്ലാസ്സിലോട്ടാ പോണ്ടേ? 1ാം ക്ലാസ്. ഏതാ സ്കൂള്? 1ാം ക്ലാസ്സിലോട്ട് ഏത് സ്കൂളിലാണ് പോകുന്നത്? നേരത്തെ പഠിച്ച എവിടെയാ? ഏത് സ്കൂളിലാ? അവിടെ തന്നെയാണ്. അപ്പം പിന്നെ ബോക്സ് ഒക്കെ വാങ്ങിച്ചോ? ബാഗ് ഏത് ബാഗാ വാങ്ങിച്ചത്? എന്ത് ചിത്രമുള്ള പിന്നെ ബാഗാ വാങ്ങിച്ചപ്പോൾ? എടുത്തില്ല. അമ്മയുടെ ഇഷ്ടമാണോ, അച്ഛൻ്റെ ഇഷ്ടമാണോ, മോളുടെ ഇഷ്ടമാണോ? ആരുടെ ഇഷ്ടത്തിന് എടുക്കുക? എല്ലാവരും ഇഷ്ടത്തിന് അല്ലേ? ഓക്കെ. മോളെ വീട്ടിൽ നിന്ന് വിളിക്കുന്ന പേരെന്താ? പാട്ട് പാടോ? 2 പേര് പാട്ട്. ദിവ്യ. സ്ഥലം എവിടെ? ആലക്കോട് കാർത്തികപുരം. ഓക്കെ. എന്ത് ജോലിയും ചെയ്യുന്നുണ്ടോ? ഓക്കെ. സാറിന്റെ പേര്? എൻ്റെ പേര് ലിജു. ലിജു ഭായി എന്ത് ചെയ്യാ? ഞാനൊരു കമ്പനി വർക്ക് ചെയ്യാം. എവിടെ? നാട്ടിലാണോ പുറത്താണോ? എറണാകുളത്താണ്. എറണാകുളത്തുള്ള കൊതുകിന്റെ വിശേഷം എങ്ങനെയുണ്ട്? അവിടുത്തെ കൊതുക് കടിച്ചാലും ഇവിടുത്തെ കൊതുക് കടിച്ചാലും ഒരേപോലെ. കൊതുകുകളുടെ എണ്ണം അതായത് കൂടുതൽ എവിടെയാ? എണ്ണം
കൂടുതൽ അവിടെ തന്നെ. പക്ഷെ ഇവിടെ ഇപ്പം മഴ തുടങ്ങുമ്പോൾ കൊതുകിന്റെ ശല്യം കുറച്ച് കൂടി വരും. അല്ല, മഴ പെയ്താലും അവിടെ തന്നെയാണ് കേരളത്തിലെ ഏറ്റവും കൊതുകുള്ള സ്ഥലം. സിനിമയിൽ തന്നെ പറയുന്നുണ്ടല്ലേ? അതെ. നാട്ടിലോട്ട് എപ്പോഴും വന്നേ? നാട്ടിലെ ഇപ്പം ഹാഫ് ഡേ ഇവിടെ, ഹാഫ് ഡേ അവിടെയാണ് ഒരു മന്തില്. അങ്ങനെയാണ്. അത് ശരി. 30-15 ദിവസം, വീട്ടില് 15 ദിവസം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തീരുമാനിക്കുന്ന ആദ്യത്തെ 15 ദിവസം എവിടെ ആയിരിക്കും? അങ്ങനെ ഇല്ല, നമുക്കൊരു മാസത്തിൽ എപ്പം വേണേലും ഒരു, അതായത് നമുക്ക് ഒരു ദിവസം ഇടവിട്ട് അങ്ങനെ നമുക്ക് പോകാൻ പറ്റത്തില്ലല്ലോ. അല്ല, നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. ഒരു എന്തായാലും 15 ദിവസം വർക്ക് ചെയ്താൽ മതി ഒരു മാസത്തിൽ. അത്രേ ഉള്ളൂ. അത് പിന്നെ വീക്കിലി അവസാനത്തെ സംഭവമാണെന്നോ ഒന്നുമില്ല, മറ്റേ വർക്ക് വരുന്നതിനനുസരിച്ച്. ഭാവിയുടെ പേരെന്താ? ഹലോ ഹലോ വിളിക്കുന്നത്. ഹലോ, എന്താ പേര്? എന്താ പേര്? ഭാവിയുടെ പേരെന്താ? അടിപൊളി. ഓക്കെ, അപ്പോൾ എന്തായാലും പിന്നെ പർച്ചേസ് കഴിഞ്ഞോ? ഇല്ല, തുടങ്ങിയതേ ഉള്ളൂ. ആലക്കോട് എങ്ങനെ മഴയൊക്കെ ഉണ്ടോ? മഴ ഫുള്ള് മഴ. കണ്ണൂർ ടൗണിലേക്കാൾ കൂടുതലായിട്ട് മഴ ലഭിക്കുന്ന ആലക്കോട് ഇപ്പോൾ ഫുള്ള് മഴയാണ്. കാരണം നമ്മുടെ ഈ ചൂടൊക്കെ ഇച്ചിരി ശമിക്കട്ടെ അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മുടെ കണ്ണൂർ വിഷൻ ചാനലിൽ നിന്ന് വരികയാണ്. ഞാൻ ചെറിയൊരു ചോദ്യം ചോദിക്കും. ഉത്തരം പറഞ്ഞാൽ നമ്മുടെ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന സമ്മാനമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നെസ്റ്റോ നൽകുന്ന ഒരു സമ്മാനമുണ്ട്. ചെറിയ ചോദ്യമാണ്. നടക്കാറുണ്ടോ? വ്യായാമം ചെയ്യാറുണ്ടോ? അത്യാവശ്യം. അത് ഇവിടെ നാട്ടിലുള്ള സമയത്താണോ അവിടെയുള്ള സമയത്താണോ? അല്ല, അത് എവിടെയാണേലും ഉണ്ട്. വേറെ എങ്ങനെ വ്യായാമം ചെയ്യാറുണ്ടോ? കുറവാണ്. എന്തായാലും നമ്മൾ പറയുന്നത് ഏറ്റവും കൂടുതൽ നല്ലത് നടത്തം. ഹായ് ഒരു നിശ്ചിത വേഗതയിൽ നടക്കുന്നതാണ് നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതെന്നാണ്. അത് രാവിലെയാണ് കൂടുതലെന്ന് പറയുന്നത്. നടക്കുന്ന ആൾക്കാർ മഴയത്തൊക്കെ നടക്കൽ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നടത്തം ഏറ്റവും നല്ല കാര്യമാണ്. അപ്പം എൻ്റെ ചെറിയൊരു ചോദ്യമാണ്. ഇപ്പം ഭാര്യയും ഭർത്താവാണെങ്കിൽ രണ്ടുപേരും ഒരുമിച്ച് നടക്കും. ചിലപ്പം ഭാര്യ ഫ്രണ്ട്സിൻ്റെ കൂടെ ആയിരിക്കും, ഭർത്താവ് ഫ്രണ്ട്സിൻ്റെ കൂടെ, അങ്ങനെയൊക്കെ നടക്കുന്ന ആൾക്കാരുണ്ട്. എൻ്റെ ചോദ്യം, 3 പേര് നടന്നുകൊണ്ടിരിക്കുന്നു. ഒരാളേക്കാൾ സ്പീഡ് കൂടുതലാണ് മറ്റൊരാൾക്ക്, മറ്റേക്കാൾ സ്പീഡ് കൂടുതലാണ് മൂന്നാമത്തെ ആൾക്ക്. എങ്കിൽ എന്താണ്? 3 പേര് നടന്നുകൊണ്ടിരിക്കുന്നു, ഒരാൾക്കേക്കാൾ സ്പീഡ് കൂടുതലാണ് മറ്റേയാൾക്ക്, മറ്റേക്കാൾ സ്പീഡ് കൂടുതലാണ് മറ്റേ മൂന്നാമത്തെ ആൾക്ക്. എന്താണ്? അല്ലെങ്കിൽ എപ്പോഴാണ് എന്നുള്ളതാണ്. വൈകിട്ട്. ഓക്കെ, എന്നാൽ സന്തോഷം. കാണാം. ഓക്കെ, താങ്ക് യു. ഓക്കെ. അപ്പം നടത്തത്തിൻ്റെ കാര്യമാണ്. അപ്പം നിങ്ങളൊക്കെ നമ്മുടെ പ്രോഗ്രാം കണ്ടുപിടിക്കുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എങ്ങനെ നടക്കുന്ന കാര്യത്തിൽ ഞാൻ ഡെയിലി രാവിലെയാണ് നടക്കുന്നത്. അതായത് അധികം, പക്ഷേ അതിരാവിലെയും നടക്കാറില്ല. കാരണം അതിരാവിലെ ഇച്ചിരി ഉറക്കമൊഴിഞ്ഞ് നടക്കുന്നതിനോട് കാര്യമില്ലെന്നാണ് പറയുന്നത്. നമ്മൾ കൃത്യമായിട്ട് ഉറങ്ങിയ ശേഷം വ്യായാമം ചെയ്യുക. ഈ നടക്കുന്നത് നമ്മൾ AC-യിലോ അല്ലെങ്കിൽ പിന്നെ കാറ്റത്തോ നടന്നിട്ടും കാര്യം നമ്മുടെ ശരീരം വേർക്കണം എന്നൊക്കെ നമ്മുടെ ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. അപ്പോൾ നമ്മൾ 2 സൗകര്യമാർ. ഹലോ, എന്നാ വിശേഷം? സുഖമായിട്ടിരിക്കുന്ന. പേര്? ആയിഷ. കുട്ടി എവിടെ? വീട് എവിടെ? താഴ്ചൊക്കെ. അപ്പം ഇതിൻ്റെ തൊട്ടടുത്ത് നെസ്റ്റോ നിങ്ങളുടെ അയൽവാസിയാണ്. നെസ്റ്റോയുടെ അയൽവാസിയാണ് നിങ്ങൾ. ഓക്കെ, പേര്? ഹിത. ഇവിടെ തന്നെയാണ്. ഓക്കെ, നിങ്ങൾ 2 പേരും തമ്മിലുള്ള ബന്ധം സിസ്റ്റേഴ്സ് ആണ്. നിങ്ങളുടെ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ മോൾ. അപ്പം നിങ്ങളുടെ ആരെ പേര്? ഇത്താത്തൻ്റെ മോൾ. അപ്പം നിങ്ങൾ 2 പേരും കസിൻസ് ആണ്. ഓക്കെ, പഠിക്കുന്ന എവിടെ? DS പഠിക്കുന്നു. നിങ്ങൾ? തോട്ടട പഠിക്കണം. പഠനമൊക്കെ നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പം പിന്നെ നിങ്ങൾ 2 പേര് മാത്രമേ ഒന്നുള്ളൂ പർച്ചേസ് ചെയ്യുന്നത്? ഇത്താത്ത എവിടെ ഉണ്ടോ? നമസ്കാരം. ഇത്താത്ത അവിടെ നിന്ന് ഫോണിലെ കാര്യങ്ങളൊക്കെ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുക. നല്ല കാര്യം. ഓക്കെ, നടക്കട്ടെ. ഓക്കെ, അപ്പം പിന്നെ എന്താണ് മെയിൻ? പിന്നെ ഫുഡ് ഐറ്റംസ് ആണോ, ക്രോക്കറി ഐറ്റംസ് ആണോ, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെ ഈ ബാഗ്, പുസ്തകം അങ്ങനെ പോലെ എന്തൊക്കെയാണ്? എന്താ വീട്ടിലെ സാധനങ്ങൾ ഈ പിന്നെ പാചകം ചെയ്യാറുണ്ടോ? ചിലത് മാത്രം. എന്താണ് ഈ ഒരു മാഗി ആക്കാൻ അറിയാം? ഓക്കെ, ഒരു മാഗി ഐറ്റം റെഡിയായി വരണം എത്ര ടൈം എടുക്കും? എന്നാലും ഏകദേശം 2-3 മിനിറ്റ്. സിമ്പിൾ, ചെറിയ ടൈം കൊണ്ട് നമ്മുടെ വിശപ്പായിട്ട് എന്നാൽ ഈ മാഗിയൊക്കെ തിന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു രാവിലെ തിന്ന പിന്നെ വൈകുന്നേരത്തേക്ക് ഒരു വർഷം വേണ്ട അല്ലേ? അത്രയും ഹെവി ഫുഡാണ് അല്ലേ? ഓക്കെ, നിങ്ങൾ എന്തുണ്ടാക്കും? മാഗി ആക്കും. ഈ കേക്കൊക്കെ ഉണ്ടാക്കാറുണ്ടോ? കേക്ക് ഉണ്ടാക്കാറില്ല. പുഡിംഗ് ഉണ്ടാക്കും. എന്താ പുഡിംഗ് ഐറ്റംസ്? പുഡിംഗ് എന്ന് പറഞ്ഞാൽ പാലിനെ കൊണ്ട് മുട്ടയും പാലും കൂട്ടിയിട്ട് കേക്ക്. എപ്പോഴും നമ്മൾ ഇതൊരു ഫുഡ് ഫെസ്റ്റിവൽ പോലുള്ള സംഭവത്തിൽ മത്സരിക്കാൻ പോയിട്ടുണ്ടോ? ഇല്ല, പോയിട്ടില്ല. നമ്മുടെ മലബാർ കിച്ചണിൽ മറ്റു ഒരുപാട് ആൾക്കാരുണ്ട്. ഒരുപാട് ഫുഡ് ഉണ്ടാക്കുന്നതിൻ്റെ അകത്ത് ഇങ്ങനെ മത്സരിച്ചുകൊണ്ടിരിക്കും ഓരോ ദിവസമൊക്കെ. അപ്പോൾ ഞാൻ നല്ല കാര്യം. അപ്പോൾ ഞാൻ ചെറിയ ചോദ്യം ചോദിക്കാം. ഓക്കെ, ഉത്തരം പറഞ്ഞാൽ ഓൺ സ്പോട്ട് സമ്മാനം, ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന സമ്മാനമുണ്ട്, നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് നൽകുന്ന സമ്മാനമുണ്ട്. ചോദ്യം, വ്യായാമം ചെയ്യാറുണ്ടോ? നടക്കാറുണ്ടോ? ഇവിടെ ഇപ്പം എങ്ങനെ വന്നേ? വണ്ടിയിലാണോ കാറിലാണോ? നടന്നിട്ടാണ്. എത്ര ടൈം എടുത്ത് നടത്തും? ചെറിയ ടൈം വിട്ടോ. നമ്മൾ പറയാറുണ്ട് ഈ നമ്മുടെ പിന്നെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലൊരു വ്യായാമമാണ് നടത്തം എന്ന് പറയുന്നത്.
അല്ലേ? അത് രാവിലെ തന്നെ ഒരു 10, 20, 25 മിനിറ്റ് നടക്കുന്നത് നല്ലതാണ്. കാരണം നടന്നില്ല നമ്മൾ തടിച്ചിരി കൂടും, കൊഴുപ്പൊക്കെ അടിഞ്ഞു കൂടിയിട്ട്. ഇപ്പം നമ്മളെപ്പോഴും നല്ലൊരു എന്താ പറയുക, ഒരു ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടി നടത്തം നല്ലൊരു കാര്യമാണ്. ഈ നടത്തം ചിലപ്പോൾ നമ്മൾ ഫാമിലിയായിട്ട് നടക്കുന്ന ആൾക്കാരുണ്ട്, ഇല്ലേ ഫ്രണ്ട്സായിട്ട് നടക്കുന്ന ആൾക്കാരുണ്ട്, ഇല്ലെങ്കിൽ പിന്നെ കുട്ടികളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അത് പല രീതിയിൽ നടക്കുന്നത്. പിന്നെ ചോദ്യമാണ്, 3 പേർ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരാളേക്കാൾ വേഗത കൂടുതലാണ് മറ്റൊരാൾക്ക്. ഈ മറ്റൊരാളേക്കാൾ കൂടുതൽ വേഗതയാണ് മൂന്നാമത്തെ ആൾക്ക്. എവിടെയാണ്, എപ്പോഴാണ്? 3 പേർ നടന്നുകൊണ്ടിരിക്കുന്നു, അതിൽ ഒരാൾ മറ്റയാളെ ഓവർടേക്കുന്നു, മറ്റയാൾ അടുത്താളെ ഓവർടേക്ക് ചെയ്തുകൊണ്ട്. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്, ചിലപ്പോൾ ശ്രദ്ധിച്ചാണല്ലോ, അതാ പ്രശ്നം. രക്ഷയില്ല. അപ്പോൾ നമുക്ക് കാണാം. താങ്ക് യു. ഓക്കെ. അപ്പം ഈ നടത്തം ഇച്ചിരി സ്പീഡായി കഴിഞ്ഞാൽ അത് ഓട്ടോ ആയിട്ട് മാറുകയും ചെയ്യും. അതാണ് ഈ നടത്തവും ഓട്ടവും തമ്മിലുള്ള വ്യത്യാസം. ഈ ഓട്ടം ഇച്ചിരി സ്പീഡ് പറഞ്ഞാൽ നടത്തമായിട്ട് മാറും, നടത്തം ഇച്ചിരി സ്പീഡ് പോലെ ഓട്ടോ ആയിട്ട് മാറും. അപ്പോൾ ഏറ്റവും നല്ലത് നടത്തമാണ് എന്നാണ് പറയുന്നത്. കാരണം ഈ പ്രത്യേകിച്ച് നമ്മൾ ഈ പിന്നെ റോഡിലൂടെയൊക്കെ നടന്ന സമയത്തൊക്കെ നമുക്ക് പെട്ടെന്ന് നമ്മൾ കൺട്രോൾ ചെയ്യണമെങ്കിൽ ഇച്ചിരി നടത്തമാണ് നല്ലത്. ഡെയിലി ഒരു 10-40 മിനിറ്റ് വ്യായാമം ചെയ്യുക. അത് പരമാവധി നടത്തുവാണെങ്കിൽ ആരോഗ്യത്തിന് ഏറ്റവും നല്ല കാര്യമാണ്. അപ്പം നടക്കാൻ മറക്കല്ലേ. വാ. ഹലോ, അണ്ടിപ്പരിപ്പ് മുന്തിരി പായസം വെക്കേണ്ട പരിപാടിയാണ്. അപ്പം എന്താ പരിപാടി? പായസം വെക്കാൻ എന്തോ സന്തോഷം ഉണ്ടാവുമല്ലോ. എന്താണ്? വീട്ടിൽ നാളെ കുറച്ച് ഗസ്റ്റ് വരുന്നു. വീട്ടിൽ നാളെ ഗസ്റ്റ് വരുന്നുണ്ട്. അതാണ് ഈ പിന്നെ പായസം മാത്രമുള്ള ഫുഡ് എന്താ ഉണ്ടാക്കുക? ബിരിയാണി, ചിക്കൻ ബിരിയാണി. ആരുണ്ടാക്കും? നിങ്ങൾ ഉണ്ടാക്കും. പേരെന്താ? രജിന. എവിടെ സ്ഥലം? ചുവക്ക്. ഈ മേലച്ചുവ താഴ്ചുവ? ഇടച്ചുവ. മുണ്ടയാട് കൊയ്യാപ്പീസ് അടുത്ത്. ഇവിടെയുള്ള മുണ്ടയാണ്. ശരി. മോളുടെ പേര്? അനന്യ. എത്ര ക്ലാസ് തൊട്ട്? ഇനി പ്ലസ് ടുവിലോട്ട്. ഇത്തവണ പ്ലസ് ടുവിൻ്റെ റിസൾട്ടൊക്കെ വന്നു. കഴിഞ്ഞ തവണയേക്കാൾ ഇച്ചിരി കുറവാണ്. പക്ഷേ സയൻസ് ഗ്രൂപ്പിനാണ് ഏറ്റവും കൂടുതൽ വിജയം വന്നിരിക്കുന്നതൊക്കെ. മോളെ ഏത് ഗ്രൂപ്പ് എടുത്തിരിക്കുന്നത്? കമ്പ്യൂട്ടർ സയൻസ്. ഓക്കെ. ട്യൂഷൻ പോകാറുണ്ടോ? ഇല്ല. അപ്പോൾ നന്നായിട്ട് പഠിക്കും. ഓക്കെ, നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് നേടാനുള്ള കാര്യമാണ്. പർച്ചേസിങ് കഴിഞ്ഞോ? നിങ്ങൾ വല്ല ജോലിയൊന്നും ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഞാൻ ചെറിയൊരു ചോദ്യമാണേ. ഉത്തരം പറയുകയാണെങ്കിൽ നമ്മുടെ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് നൽകുന്ന സമ്മാനമുണ്ട്. അതുപോലെ തന്നെ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന സമ്മാനമുണ്ട്. സിമ്പിൾ ചോദ്യമാണ്. നടക്കാൻ പോരണ്ടോ? വ്യായാമം ചെയ്യാൻ നടക്കാൻ പോരണ്ടോ? കുട്ടികൾ പോകേണ്ട ആവശ്യമില്ല. പക്ഷേ മുതിർന്നവരാണ്, 10-40 വയസ്സൊക്കെ കഴിഞ്ഞ ആൾക്കാരാണ് ചെയ്ത് നടക്കാൻ വേണ്ടി പോകണമെന്ന് പറയുന്നത്. വ്യായാമം ചെയ്യാൻ ഏറ്റവും നല്ലതാണ്. ചില ആൾക്കാർ രാവിലെ നടക്കുന്ന ആൾക്കാരുണ്ട്. നമ്മൾ ഈ പയ്യാമ്പലം പോലെ സ്ഥലത്തോട്ട് പോയി രാവിലെ നടക്കുന്ന ആൾക്കാരുണ്ട്, വൈകിട്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. എന്തായാലും നടത്തം ആരോഗ്യത്തിന് ഏറ്റവും നല്ല ഒരു കാര്യമാണ്. ചെറിയ ചോദ്യമാണ്. 3 പേർ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരാളേക്കാൾ വേഗത കൂടുതലാണ് മറ്റേയാൾക്ക്. ഈ 2 പേരേക്കാൾ വേഗത കൂടുതലാണ് മൂന്നാമത്തെ ആൾക്ക്. എവിടെയാണ്, എപ്പോഴാണ്? 3 പേർ നടന്നുകൊണ്ടിരിക്കുന്നു, ഒരാളേക്കാൾ വേഗത കൂടുതലാണ് മറ്റൊരാൾക്ക്. ഈ 2 ആളേക്കാൾ വേഗത കൂടുതലാണ് മൂന്നാമത്തെ ആൾക്ക്. എവിടെ, എപ്പോൾ? രക്ഷയില്ല. എങ്കിൽ യാത്ര തുടരട്ടെ. കാണാം. യെസ്. നടന്ന് നമ്മൾ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നെസ്റ്റോ എന്നാണ് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇവിടെ ഒരുപാട് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ നോട്ട് ബുക്കുകൾ, അതുപോലെ തന്നെ നമ്മുടെ ക്രോക്കറി ഐറ്റംസൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള സമ്മാന കൂപ്പണൊക്കെ ഉണ്ട്. സമ്മാന കൂപ്പണിന് നറുക്കെടുപ്പിലൂടെ വിജയികൾക്ക് ആകർഷകമായ സമ്മാനമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ നടത്തം. നമ്മൾ ഇവിടെ 2 പേര് വന്നിട്ട് നമുക്ക് അവരോട് കൂടി നടത്തേണ്ട കാര്യം ചോദിക്കാം. അപ്പോൾ നമ്മൾ ഇനി എത്ര ഉള്ളോട്ടാ പോകണ്ടേ? 7th-ിലോട്ട്. ഏത് സ്കൂളിൽ? ശ്രീപുരം. ഇപ്പോൾ 6th വരെ പഠിച്ച എവിടെയാ? ശ്രീപുരം. എത്ര ക്ലാസ് വരെ ഉണ്ട് അവിടെ? 12th വരെ ഉണ്ട്. അപ്പോൾ അവിടെ തന്നെ. അടിപൊളി. ഓക്കെ. അപ്പോൾ ഇനി 7ാം ക്ലാസ്സിലോട്ട് പോവാണ്. കഴിഞ്ഞതിനേക്കാൾ കുറച്ചുകൂടി നമ്മൾ പഠിക്കുമ്പോൾ ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. 6 കഴിഞ്ഞ് 7 അങ്ങനെ ഓരോ ക്ലാസ്സിലോട്ട് പോകുമ്പോൾ അല്ലേ? മോനെ പഠിച്ചിട്ട് ആരാകാൻ ആഗ്രഹം? തീരുമാനിച്ചിട്ടില്ല. അച്ഛൻ ആരാകാനെന്ന് പറയുന്നത്? അമ്മ ആരാകാനെന്ന് പറയുന്നത്? അച്ഛൻ IPS, അമ്മ ഡോക്ടർ. അപ്പോൾ മോൻ IPSൻ്റെയും ഡോക്ടറിൻ്റെയും ഇടയിലെ മോൻ നിൽക്കുന്നത് ഏതാണ്? ഏതാണ് ആഗ്രഹം? തീരുമാനിച്ചു. എന്തായാലും 7ാം ക്ലാസ് ആകുന്നേ ഉള്ളൂ. കുറച്ചുകൂടി മെച്ചൂർഡ് ആകുമ്പോഴത്തേക്ക് അവൻ കൃത്യമായിട്ട് തീരുമാനിക്കും എന്ത് പഠിക്കണമെന്നുള്ള കാര്യം. ഏറ്റവും എന്താ പർച്ചേസിങ് കഴിഞ്ഞോ? ഇല്ല, വാങ്ങണം. യെസ്. ഒന്ന് അടുത്തോട്ട് വരും. വാ. മേഡത്തിൻ്റെ പേര്? സോണിയ. താമസിക്കുന്ന ഇവിടെ? കണ്ണൂർ പൊടിക്കുണ്ട്. ജോലി ചെയ്യുന്നുണ്ടോ? ഇല്ല, ജോലി ചെയ്യുന്നില്ല, വർക്ക് ചെയ്യുന്നില്ല. ഈ മോൻ്റെ കാര്യത്തിൽ, പഠനത്തിൻ്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നവരാ? ഞാനാ. കാരണം പുള്ളിക്കാരൻ ജോലിയൊക്കെ ആയിട്ട് തിരക്കുള്ളതുകൊണ്ട് ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. ഓക്കെ. പേര്? സതീഷ്. അടുത്തോട്ടൊന്നു. നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ കൂടിയാണ്, നമ്മുടെ നാട്ടുകാരനാണ്, കൂട്ടുകാരനാണ്. ഇതൊക്കെ
സതീഷ് ഇപ്പം എന്താ വർക്ക്? ഞാൻ ബിസിനസ്സാണ്. ബിസിനസ്സാണ്. എവിടെയാണ്? ഇവിടെ കണ്ണൂർ. കണ്ണൂർ തന്നെയാണ്. അപ്പോൾ ഇന്ന് ഡ്യൂട്ടി ഇല്ലേ? ഇല്ല, ഇന്ന് ഫ്രീ, അതുകൊണ്ട് പർച്ചേസ് പിന്നെ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട പർച്ചേസിൻ്റെ കുറച്ച് തിരക്ക് വരുന്നതിന് മുമ്പേ വാങ്ങിച്ച് വന്നേ. ഈ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് 2 മാസം വെക്കേഷൻ പറഞ്ഞാൽ ഒരുപാട് സമയം ഉണ്ടാവും. പക്ഷെ ഇപ്പം 2 മാസമാണ് ദേ പോയി ഇതാ വന്നെന്ന് പറഞ്ഞാൽ 2 മാസം മുഴുവനായിട്ട് കിട്ടുന്നില്ല കുട്ടികൾ. കിട്ടുന്നില്ല, കളിക്കാനുള്ള സമയമൊന്നുമില്ല അല്ലേ? എൻജോയ്. ഈ 2 മാസം എവിടെ പോയിരുന്നു? 2 ദിവസം ടൂറിന് പോയി. 2-3 ദിവസം ഊട്ടി, പിന്നെ വയനാട്ടിലൊരു ദിവസം, പിന്നെ ഇവിടെ തന്നെ കളിക്കുന്നു. പിന്നെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഈ വെക്കേഷനിൽ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ആദ്യം മോനെ ഇത് കാര്യം പറയാം. വെക്കേഷന് ടൂർ പോയി, പിന്നെ വായിച്ചു, കളിച്ചു, അങ്ങനെയൊക്കെ. വായന എങ്ങനെയുള്ള പുസ്തകങ്ങൾ വായിക്കുന്നത്? പുസ്തകം ഞാനിങ്ങനെ എന്താ പറയുക, ഹാരി പോട്ടർ അങ്ങനത്തെ. വെരി ഗുഡ്. ഹാരി പോട്ടറൊക്കെ വായിക്കുക, അതിലെ കഥകളൊക്കെ മനസ്സിലാക്കാൻ ഏറ്റവും നല്ല കാര്യമാണ്. അപ്പോൾ ചെറിയ ചോദ്യം, വ്യായാമം ചെയ്യാറുണ്ടോ? അത്യാവശ്യം. നടത്തുവാണോ, ഓട്ടോ ആണോ, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ജിമ്മിലാണോ, എങ്ങനെയാ? അല്ല, നടത്തമാണ്. രാവിലെ ആണോ വൈകിട്ടാണോ? രാവിലെ. എത്ര ടൈം നടക്കും? ഒരു 1 hour അടുപ്പിച്ച്. എവിടെയാ? നാട്ടിൽ തന്നെയാണോ അല്ലെങ്കിൽ? പയ്യാമ്പലമാണ്. പയ്യാമ്പലം. ഓക്കെ. അവിടെ കാറ്റും കൊള്ളാം. മേഡത്തിന് എങ്ങനെയാ വ്യായാമം? 1 hour വ്യായാമം ചെയ്യാറുണ്ട്. പുള്ളിക്കാരൻ്റെ കൂടെ തന്നെ പോകുന്നത്? അപ്പോൾ നമ്മൾ പയ്യാമ്പലം പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതായത് ഫാമിലി ആയിട്ട്, ഇപ്പോൾ നിങ്ങളെപ്പോലെ ഫാമിലി ആയിട്ട് നടക്കാൻ വേണ്ടി പോകുന്ന ആൾക്കാരുണ്ട്, അല്ലാതെ ഫ്രണ്ട്സായിട്ട് പോകുന്ന ആൾക്കാരുണ്ട്, ലേഡീസ് ആയാലും ജെൻസ് ആയി കഴിഞ്ഞാൽ, അല്ലാതെ ഒറ്റയ്ക്ക് പോകുന്ന ആൾക്കാരുണ്ട് അല്ലേ? അപ്പം നമ്മൾ പറയുന്ന നടത്തം ആരോഗ്യത്തിന് ഏറ്റവും നല്ല ഗുണമുള്ള കാര്യമാണ്. നമ്മുടെ ബോഡിക്ക്, നമ്മുടെ മൊത്തത്തിൽ ഒരു ദിവസത്തെ ആ ഒരു ദിവസം മൊത്തം കളർഫുള്ളായിട്ട് എൻജോയ് ചെയ്ത് പോകണമെങ്കിൽ നമുക്ക് ഇച്ചിരി വ്യായാമം ആവശ്യമാണ്. അപ്പോൾ എൻ്റെ ചെറിയ ചോദ്യമാണ്, സിമ്പിൾ. അതായത് 3 പേർ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരാളേക്കാൾ വേഗത കൂടുതലാണ് മറ്റേയാളേക്കാൾ വേഗത കൂടുതലാണ് മൂന്നാമത്തെ ആൾക്ക്. എവിടെയാണ്, എപ്പോഴാണ്? 3 പേർ നടന്നുകൊണ്ടിരിക്കുന്നു. 3 പേർ നടന്നുകൊണ്ടിരിക്കുന്നു, ഒരാൾ മറ്റേയാളെ ഓവർടേക്ക് ചെയ്യുന്നു, മറ്റേയാൾ ഈ 2 പേരെയും ഓവർടേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. വണ്ടീനോടല്ല, ഇത് ഉത്തരം നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ ചിലപ്പം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഉത്തരം ഇവിടെയുണ്ട്. 3 പേർ നടന്നുകൊണ്ടിരിക്കുന്നു, അതിൽ ഒരാളെ മറ്റേയാൾ ഓവർടേക്ക് ചെയ്യുന്നു, രണ്ടാമത്തെ ആളെ മൂന്നാമത്തെ ആൾ ഓവർടേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ക്ലോക്കല്ല, ഉത്തരത്തിനടുത്തുണ്ട്. മനുഷ്യരല്ല. പറഞ്ഞോ. ക്ലോക്കിന്റെ സൂചികൾ. ക്ലോക്കിനകത്തെ സൂചികളാ? ക്ലോക്കിനകത്ത് സൂചി, മറ്റേ മിനിറ്റ് സൂചി, മണിക്കൂർ സൂചി. കറക്റ്റ് ആൻസർ ആണ്. ഉത്തരം ക്ലോക്കിലെ അല്ലെങ്കിൽ വാച്ചിലെ സൂചികളാണ്. അതായത് 3 സൂചിയുണ്ട്. ഒന്ന് മണിക്കൂർ സൂചി, അതാണ് ഏറ്റവും സ്ലോയിൽ നടക്കുന്നത്. രണ്ടാമത്തത് മിനിറ്റ് സൂചി, അത് കുറച്ചുകൂടി വേഗം നടക്കും. മൂന്നാമത്താണ് സെക്കൻഡ് സൂചി, അതാണ് ഒരുമാതിരി ഓട്ടം ഓടുക. അതായത് മണിക്കൂർ സൂചിനെയും അതുപോലെ തന്നെ മിനിറ്റ് സൂചിനെയും മറികടന്നുകൊണ്ട് സദാ ഓടിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ സെക്കൻഡ് സൂചി എന്ന് പറയുന്നത്. ഉത്തരം കറക്റ്റാണ്. കാരണം ഇവർ 2 പേരും ഒരുമിച്ച് നടന്ന് യാത്ര ചെയ്ത ആൾക്കാരാണ്. ഈ നിങ്ങൾ നടക്കുമ്പോൾ ആരാണ് ഓവർടേക്ക് ചെയ്യുന്നത്? നിങ്ങളാണ്. ഓക്കെ. ഇപ്പം നിങ്ങൾ 3 പേരും നടന്നില്ലെങ്കിൽ ആരായിരിക്കും ഓവർടേക്ക് ചെയ്യുക? പുള്ളിക്കാരനല്ല. അല്ല. അപ്പോൾ അതാണ്, ഇവർ 2 പേര് നടക്കുമ്പോൾ എപ്പോഴും ഓവർടേക്ക് ചെയ്യുന്നത് മേഡമാണ്. ഇനി ഇവർ 3 പേര് നടന്നാലും അതിനെ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് മേഡം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നമ്മുടെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയിരിക്കുന്നു. ചോദ്യമായിരുന്നു, 3 പേർ സദാ നടന്നുകൊണ്ടിരിക്കുന്നു, ഒരാൾ മറ്റേയാൾക്കാൾ വേഗതയിലാണ്, മൂന്നാമത്തെ ആൾ ഈ 2 ആളേക്കാൾ വേഗതയാണ്. അല്ലെങ്കിൽ 3 പേർ നടന്നുകൊണ്ടിരിക്കുന്നു, ഈ 2 പേരെ ഒരാൾ എപ്പോഴും ഓവർടേക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എവിടെയാണ്, എപ്പോഴാണെന്നാണ് ഉത്തരം. ക്ലോക്കിൽ അല്ലെങ്കിൽ വാച്ചിലെ സൂചിയാണ്. ഏറ്റവും സ്പീഡ് കുറഞ്ഞ് നടക്കുന്നത് മണിക്കൂർ സൂചിയാണ്. അതിനെ ഓവർടേക്ക് നടക്കുന്നത് മിനിറ്റ് സൂചിയാണ്. ഈ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും ഓവർടേക്ക് ചെയ്തുകൊണ്ട് ഭയങ്കര സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്നത് സെക്കൻഡ് സൂചിയാണ്. അപ്പോൾ ഉത്തരം പറഞ്ഞ ഫാമിലിക്ക് നമ്മുടെ സ്നേഹ സമ്മാനം കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ ഉത്തരം പറഞ്ഞ ഫാമിലിക്ക് നമ്മുടെ പൊടിക്കുണ്ടാണ് താമസിക്കുന്നത്. ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന ഒരു സ്നേഹ സമ്മാനം മുന്നോട്ട് വാങ്ങിച്ചോളൂ. പിന്നെ നമ്മുടെ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് നൽകുന്ന മറ്റൊരു സമ്മാനം ഇതാ വാങ്ങിച്ചോ. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ കാണാം. ഓക്കെ മാഡം. ഓക്കെ. അപ്പോൾ അങ്ങനെ നമ്മുടെ നടത്തത്തിൻ്റെ കാര്യം മറക്കണ്ട. അതായത് നടത്തം അത് ഏതാൾക്ക്, നമ്മൾ കുട്ടികൾ പ്രത്യേകം നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നമ്മൾ കുറച്ച് മുതിർന്ന ആൾക്കാർ, ഒരു 10-40 വയസ്സ് പ്രായമുള്ളതിന് ശേഷം നടക്കുന്ന ഏറ്റവും നല്ല കാര്യമാണ്. പരമാവധി നടക്കുക. അത് നമ്മൾ ഈ തടി കൂടുതലുള്ളവർ മാത്രമല്ല വ്യായാമം ചെയ്യേണ്ടത്. തടി കുറഞ്ഞ ആൾക്കും വ്യായാമം ചെയ്യാം. വ്യായാമം ചെയ്യുന്നത് തടി കുറക്കാൻ വേണ്ടി മാത്രമല്ല, മൊത്തത്തിൽ നമുക്ക് ബോഡിക്ക് ഒരുപാട് ഗുണം ചെയ്യുന്ന കാര്യമാണ്. പിന്നെ അമിതമായിട്ടുള്ള വ്യായാമവും മോശമാണ്. അമിതമായാൽ അമൃതും വിഷമാണെന്ന് പറഞ്ഞ പോലെ നടക്കുക. പരമാവധി നമ്മൾ ശരീരം വേർത്തുകൊണ്ട് വ്യായാമം ചെയ്യുന്നുള്ള കാര്യമാണ്. അപ്പോൾ നമ്മുടെ നടത്തത്തിൻ്റെ കാര്യം ഇന്നോട് പറഞ്ഞു. അപ്പം പരിപാടി നടക്കട്ടെ, നിങ്ങളുടെ കാര്യം നടക്കട്ടെ. നമ്മുടെ എപ്പിസോഡ് പൂർണ്ണമാകുന്നു. പുതിയ ചോദ്യമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം അടുത്ത അധ്യായത്തിൽ.